ഗോവ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഉച്ചയ്ക്ക് പഞ്ചിമെന്ന് വണ്ടി ഓടിച്ചിട്ട് നേരെ വന്നത് റൂമിലേക്കായിരുന്നു. അങ്ങനെ അഞ്ജുന ബീച്ചിൻ്റെ അടുത്തായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റൂമിൽ കയറി കിടന്നുറങ്ങിയാൽ മാത്രമേ ഓർമ്മ ഉണ്ടായുള്ളൂ. ഞാൻ റൂമിൽ കയറി കിടന്നുറങ്ങി ഒരു 7:30 മണിയാകുമ്പം എണീറ്റു. ഒരു 2:30 മണിക്ക് ഉറങ്ങി 7:30 മണിയാകുമ്പം എണീറ്റു. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ പകലും ഉച്ചവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല യാത്രാക്ഷീണം ഉറക്കക്ഷീണം എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് നോർത്ത് ഗോവയിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ 2 ദിവസം ഗോവയിൽ ചില്ല് ചെയ്ത് പോകാം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരൊക്കെ കൂടുതലും വരുന്നത് ഈ ബാഗ കലങ്കൂട് ഭാഗത്തേക്ക് ആണ്. ഇവിടെയാണ് മെയിനായിട്ട് ഒരുപാട് പബ്സും കാര്യങ്ങളും പിന്നെ ബീച്ചിലെ ഷാക്സും സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ വന്ന് ആൾക്കാർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പം നല്ല തിരക്കും ഉണ്ടാവും. ഇന്ന് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് ഇനിയിപ്പം ഒരു 5 മിനിറ്റും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാഗ ബീച്ചിലേക്ക് എത്തും. ഫസ്റ്റ് നമ്മൾ ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ഷാക്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ നിന്നൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പം വണ്ടി ഓടിച്ചു പോകുന്നത് കലാങ്കൂട്ട് ബാഗ റോട്ടിലാണ്. നമ്മളിനിയിപ്പം പോയിട്ട് ബാഗ ബീച്ചിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ബീച്ചിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നല്ല ബ്ലോക്കാണ് പാർക്കിങ്ങിലേക്ക്. ഈ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 1.5 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് പാർക്കിങ്ങിലേക്ക്. അത്രയും ദൂരം ഈ പാർക്കിങ്ങിൻ്റെ ബ്ലോക്ക് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പബ്ലിക് ഡേൻ്റെ റഷും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. നമുക്ക് റൂമോ ഒന്നും ഇന്നലെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ തന്നെ ഊഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തിരക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഇതാണ് ബാഗ ബീച്ചിലെ നൈറ്റിൽ കാണുന്ന ഷാക്കുകൾ. ഇവിടെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാം. വേണമെങ്കിൽ 2 ചെറിയ ബീറും ഒക്കെ കഴിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാം. അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡാൻസ് കളിക്കാം. ഫാമിലിക്കായി വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പിറകിൽ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ലൈറ്റൊക്കെ കാണുന്ന ഷാക്ക്, അത് വെറും ഒറ്റയൊന്നാണ്. ഇതുപോലത്തെ 100 കണക്കിന് 8-10 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത്രയെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതിലൊക്കെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. അതിലൊന്നും കയറി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാതെ പുറത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പുറത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ. നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മളിപ്പോൾ അവിടെ കണ്ട ബഹളവും കാര്യങ്ങളൊക്കെ പുലർച്ചയ്ക്ക് ഒരു 2:30, 3 മണി, 4 മണി വരെയൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. ആൾക്കാരും അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടിറ്റോസ് ലെയിനാണ്. അവിടെ ഇതേമാതിരി തന്നെ പാർട്ടി കുറേ പബ്ബുകളും കാര്യങ്ങളൊക്കെയാണ്. ഷാക്സ് അല്ല, പബ്ബുകളാണ്. ഡാൻസും കാര്യങ്ങളും പാർട്ടികളൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള പരിപാടികൾ. അവിടേക്കാണ് ഇനി പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഡാൻസ് പാർട്ടി പബ്ബുകളിലൊക്കെ റേറ്റ് ഭയങ്കര നല്ല കൂടുതലാണ്. ടിറ്റോസിലൊക്കെ എനിക്ക് തോന്നുന്നു റെഡ് എൻട്രി തന്നെ 2000 ബോണ്ടെന്നാണ് പോകുന്നത്. 1700, 800 എന്തായാലും ഉണ്ടാവും. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരകത്ത് കയറുന്നതൊക്കെ കുറവായിരിക്കും. പക്ഷെ കുറവൊന്നുമല്ല കേട്ടോ. ഇവിടെ ഗോവയിൽ വരുന്നതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 5% പോകലല്ല. ഈ കലങ്കൂട്ട് ബാഗയിൽ വരുന്നതിൻ്റെ ഒരു 5% ആൾക്കാർ പോലും അങ്ങനെ ഈ ടിറ്റോസ് ലെയിനിലോ ഇവിടെ കാണുന്ന ഈ പബ്ബുകളിലും ഒന്നും കയറില്ല. സോയ തായ് സ്പാ, അമേസിങ് തായ് സ്പാ.
നല്ല തായ് മസാജ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തായ് അതിവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ കുറച്ചും കൂടിയൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള തായാണ്. നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല മോമോസൊക്കെ കിട്ടും. മോമോസ് ഞാൻ ഇവിടെ കഴിച്ചിട്ട് നല്ല അടിപൊളി മോമോസായിരുന്നു. വൈബ്രൻറ്റ് ഗോവ. ദ മായ ലക്ഷറി ക്ലബ്. ഇവിടെ ഇങ്ങനെ നല്ല ലൗഡ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ടൈം പാസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. നമ്മൾ ടിറ്റോസിലേക്ക് എത്തിട്ടോ. ഇതാണ് ടിറ്റോസ് പബ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള പരിപാടികളൊക്കെ ഇവരുടെ തന്നെയാണ്, ടിറ്റോസിൻ്റെ തന്നെയാണ്. ഇവിടുന്ന് താഴത്തൊരു 3-4 ഡിഫറെൻറ്റ് നെയിംസിൽ ഇതേ ഓണർഷിപ്പിൻ്റെ അണ്ടറിലുള്ള പരിപാടികളുണ്ട്. അറിയില്ല, നല്ല ലൗഡ് മ്യൂസിക്കാണ് പുറത്തുള്ളത്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഇനി വെറുതെ കൊണങ്ങണോ പറയാണോന്നും അറിയില്ല. ബലാൻസിയോസ് ഹവാന ക്ലബ്. ഇതൊക്കെ ടിറ്റോസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പരിപാടികളായിരിക്കും. ദ ടിറ്റോസ് പൂൾ ക്ലബ് ബൈ ടിറ്റോസ്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് ചാർജസും ആയിരിക്കും. അപ്പോൾ ഓരോ ചാർജസിനനുസരിച്ചിട്ട് ഓരോ പബ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. നൈസാണ്, ഹെവിയാണ്. കുറേ ആൾക്കാർ കളി കാണുന്നുണ്ട്. ന്യൂസിലാൻഡ് 144 റണ്ണിന് 9 വിക്കറ്റ്. ന്യൂസിലാൻഡ് ഗെറ്റിംഗ് വെരി ഡൗൺ. പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് ഏത് ടീം കളിച്ചാലും തന്നെ അവസ്ഥ. പക്ഷേ അവർ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. ആയില്ല കേട്ടോ, തിരക്ക് പ്രശ്നമൊന്നും ആയിട്ടില്ല. ഇതൊന്നും അല്ല ഒരു തിരക്ക്. നമ്മൾ ബാഗ ബീച്ചിൽ പോയപ്പോൾ നീണ്ടു നിവർന്നെടുക്കുന്ന ഷാക്സ് കണ്ടില്ലേ, അതിൻ്റെ ഓരോ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഈ ജോഫ് സാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അവിടേക്ക് നോക്കിയാൽ നല്ല രസം. അവിടേക്ക് എന്താ പറയുക, പാർക്കിങ്ങിന് വെറുതെ 500-100 രൂപ ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കയറി പാർക്ക് ചെയ്യാത്തത്. വെറുതെ എന്തിനാ ആ കാശ് കളയുന്നത്. അതുകൊണ്ടാ. എന്തായാലും ഇവിടെ നിന്ന് ഈ ടിറ്റോസ് ട്രെയിനിൽ നിന്ന് തിരിച്ചു പോവാം. വെൽക്കം ടു മാംബോ റിപ്പബ്ലിക്. ടിറ്റോസിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇനി അടുത്തത് പോകുന്നത് കലാങ്കുട്ട് ബീച്ചിലേക്കാണ്. അത് ടിറ്റോസിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ മെയിൻ റോഡിൽ ഇറങ്ങി കയറിയിട്ട് പിന്നെ ബീച്ചിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിനങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലെത്തും. അതും നോർമൽ ഒരു ബീച്ചാണ്. ഇതേമാതിരി തന്നെ കുറേ ഷാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ അടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇതാണ് കല്ലാങ്കുട്ട് മാർക്കറ്റല്ല, ബീച്ചിലേക്കുള്ള റോഡ്.
ഇവിടുന്ന് നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഗോവൻ സ്റ്റൈൽ ഫുഡ്, ഗോവൻ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ, ഗോവൻ സ്റ്റൈലല്ല, ഈ ഗോവ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റഡ് ഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മദ്യം, ടോണിക്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ഷോപ്പ് ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പിന്നെ അത്ര ഒരു ഹെവി മ്യൂസിക്കും കാര്യങ്ങളും പരിപാടികളൊന്നും ആയിട്ട് സ്ട്രീറ്റിൽ നമ്മുടെ ടിറ്റോസ് ലൈനും ഒരു ബാഗേൻ്റെ 2 സൈഡുള്ള മാതിരി ഒന്നുമില്ല. ഇവിടെ ഇച്ചിരി സമാധാനപരമായിട്ട് ആൾക്കാർ നടന്നു നോർമൽ ഇവിടുത്തെ കോഴിക്കോട് ബീച്ച്. പക്ഷെ എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ സമാധാനം ആഗ്രഹിക്കുന്ന, ഈ ഡാൻസും സോങ്ങും അങ്ങനത്തെ ബഹളങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബാഗേന്ന് നോക്കിയില്ലേ, അതിൻ്റെ എൻഡിലാണ് നമ്മളിവിടെ കണ്ട ഷാക്സ്. ഇവിടെയും അതേമാതിരി ബീച്ചിൽ ഷാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി മ്യൂസിക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ഡാൻസ് കളിക്കാം. വലിയ കാശും കാര്യങ്ങളും പൈസയൊന്നും കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ കയറിയിട്ട് ഡാൻസ് ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഡെക്ക് ഇട്ടിരുന്നല്ലോ, എന്തോ സംഭവം. പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ബീച്ചിലേക്ക് നടന്നു പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ബീച്ചെത്തും. ഇവിടെ മറ്റേ ബീച്ചുകളിലൊക്കെ പോയ മാതിരി തന്നെ ബഹളവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചുമ്മാ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരാം. ഇതാണ് കേട്ടോ ബീച്ചിൻ്റെ എൻട്രൻസ്. ഇതിന് 2 സൈഡിലും നമ്മൾ നേരത്തെ ബാഗയിൽ വെച്ച് കണ്ട മാതിരി ഷാക്കുകളാണ്. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാണ്. അടുത്ത പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഫുഡാണ്, നല്ല മീൻസ്, അടിപൊളി ഗോവൻ താലി, എവിടെയെങ്കിലും നല്ല സ്ട്രീറ്റ് ഫുഡോ ജസ്റ്റ് 200 രൂപീസിൽ പരിപാടി നടന്നു. അതായത് അത്യാവശ്യം നല്ല വലിയ പീസ് ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് പൊറിച്ച് കൊടുക്കണം. ഫിഷ് 2 തരം മീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായതുകൊണ്ട് ഞാൻ കുറേ കാലം മത്തി കഴിച്ചിട്ട് ഇന്ന് പുള്ളി അവർ മത്തി മുളകിട്ടുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡോ കാര്യങ്ങളോ ഗുഡ് അല്ലേ, കഴിക്കാം. അത്രയും കിട്ടില്ലായിരുന്നു പരിപാടി. കറി നോക്കട്ടെ എവിടെയാ കിട്ടുക എന്നുള്ളത്. അപ്പം എൻ്റെ ഇത് കല്ലാങ്കൂട്ടിൽ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാനും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഫുഡ് റീസണബിളാണ്. 100 രൂപയ്ക്ക് ബിരിയാണി ഒക്കെ എഴുതിയിട്ടുണ്ട്. 100 രൂപ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി 100, താലി 150. ഫുഡൊക്കെ ഇപ്പോൾ ആൾക്കാർ കാര്യം മനസ്സിലായി തുടങ്ങി, അതായത് ഇത്രയും കോസ്റ്റ് ഉള്ളൂന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വില കുറച്ചു. അവസാനം 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഫുഡ് കോർട്ട് കണ്ടെത്തിട്ടോ, അതായത് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. അതാണ് ഇനിയുള്ളൊരു പ്ലാന്. ഇവിടെ കുറേ മോമോസ്, ബർഗർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒന്ന് കയറി കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ കാണാം. ബൈ.